നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് കേരളത്തിൽ. എന്നാൽ അതിന് തൊട്ട് മുന്നോടിയായി കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പക്ഷേ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. അവിടുത്തെ MLA PV അൻവർ രാജിവെച്ച ഒഴിവിലാണ് ഇപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഒരു വർഷത്തോളം മാത്രമേ ഇനി നിയമസഭയ്ക്ക് കാലാവധിയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയും കാലത്തേക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധിയാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമൊന്നും ആ തെരഞ്ഞെടുപ്പിനില്ല. പക്ഷേ ഇവിടെ ഈ നിലമ്പൂർ മണ്ഡലം ആര് പിടിക്കും? PV അൻവർ CPM സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, ഒരു MLA ആയിരുന്നു. മാത്രമല്ല PV അൻവർ CPMനോട് പിണങ്ങി LDF തന്നെ വിട്ടുപോകുമ്പോൾ തീർച്ചയായും ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം അവർക്ക് അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാനായി ആ മണ്ഡലം നിലനിർത്തേണ്ടതുണ്ട്. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് തീർച്ചയായും അവിടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അൻവർ പിണങ്ങി UDFനൊപ്പം സഹകരിക്കാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. പൊതുവേ നിലമ്പൂർ മണ്ഡലം ഒരു UDF മണ്ഡലമാണ്. കാരണം UDFൻ്റെ നേതാവായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് അവിടെ നിന്നും 8 തവണയാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ ഇറക്കുകയും PV അൻവറും ഒപ്പം പോരുകയും ചെയ്താൽ തീർച്ചയായും മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിൽ കൂടി ഇടതുമുന്നണിയെ തറപറ്റിക്കാം എന്നായിരുന്നു UDF നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ PV അൻവർ അതിനൊരുക്കമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുക എന്നുള്ളതായിരിക്കണം പരമപ്രധാനം. ഏതെങ്കിലും തരത്തിൽ തൻ്റെ സ്ഥാനാർത്ഥി തോറ്റുപോകുന്ന ഒരു സ്ഥിതി വന്നാൽ PV അൻവറിന് ഇനി UDFലോ LDFലോ ഇടമില്ലാത്ത അവസ്ഥയും വരും. കാരണം UDF ചേരാം അല്ലെങ്കിൽ UDFുമായി സഹകരിക്കും എന്ന് പറയുമ്പോഴും PV അൻവർ ഇപ്പോഴും UDFന് പുറത്താണ്. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് അദ്ദേഹം ഈ 2 മുന്നണികളിലും പെടാതെ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തെ മത്സരിപ്പിച്ച് ആ മണ്ഡലം തനിക്കൊപ്പമാക്കുക എന്നുള്ളതാണ് PV അൻവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ PV അൻവർ ഇപ്പോൾ കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ മണ്ടത്തരമാണോ എന്നൊരു സംശയം ഉയരുകയാണ്. കാരണം അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെയാണ് അപ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാം കാണുന്നത്. പക്ഷേ അവിടേക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് വലിച്ചിഴച്ച് കൊണ്ടുവരികയാണ് PV അൻവർ ചെയ്തത്. അതായത് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് അവിടെ മത്സരിക്കണം എന്നാണ് അൻവർ പറയുന്നത്. ജോയ് മത്സരിച്ചാൽ മാത്രമേ ആ മണ്ഡലം നിലനിർത്താൻ കഴിയൂ, ആ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയൂ. മറ്റാര് മത്സരിച്ചാലും ആ മണ്ഡലത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന് പരസ്യമായി പറയുകയാണ് PV അൻവർ ചെയ്തത്. അതായത് ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്ന സ്ഥിതിക്ക് ആര്യാടൻ ഷൗക്കത്ത് തന്നെ ആയിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ച UDF സ്ഥാനാർത്ഥി എന്ന് എല്ലാവരും ഉറപ്പിച്ച ഘട്ടത്തിലാണ് PV അൻവർ ഈ പറയുന്ന ജോയിയുടെ പേര് പുറത്തുവിടുന്നത്. തീർച്ചയായും അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. കാരണം ഇടതുമുന്നണിയെ കവച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ സീറ്റ് പിടിച്ചെടുക്കാം, മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് വിജയം കൂടി നേടാം എന്ന് വിചാരിച്ചിരുന്ന UDFന് അതൊരു തിരിച്ചടിയാണ്. കാരണം ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ കൊണ്ടുവന്ന സ്ഥാനാർത്ഥി വരുന്നു. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമല്ല എന്ന് ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് മറ്റൊരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയെ തേടേണ്ടി വരും. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി മത്സരിക്കുകയോ അല്ലെങ്കിൽ ജോയ് തന്നെ മത്സരിക്കുകയോ ചെയ്താൽ തീർച്ചയായും പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല UDFൻ്റെ വിജയ നീക്കങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് സൃഷ്ടിച്ചതാകട്ടെ PV അൻവറാണ്. അതാണ് മുസ്ലിം ലീഗ് അടക്കം പറയുന്നത്. അൻവർ തങ്ങളോടൊപ്പം വന്നു. UDFിലേക്ക് അൻവറിനെ കൊണ്ടുവരാനുള്ള ഒരു വലിയ താല്പര്യമെടുക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് തന്നെ ഇപ്പോൾ അൻവറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം അൻവർ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി. LDFിൽ നിന്നും UDFിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അൻവർ. UDFിലേക്ക് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും അൻവർ എന്തായാലും ഞങ്ങളെ പിന്തുണയ്ക്കാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അൻവറിന് പറയാനുള്ളത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറുമായിരുന്നു. പക്ഷേ പരസ്യമായി തന്നെ ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് അത് ഉചിതമായില്ല. UDFിൻ്റെ വിജയ പ്രതീക്ഷയെ അത് മങ്ങലേൽപ്പിച്ചു എന്നാണ് UDFും അതുപോലെ തന്നെ മുസ്ലിം ലീഗും വിലയിരുത്തുന്നത്. എന്തായാലും
ആരാണ് അൻവറിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാന. സമസ്ത അടക്കമുള്ള പ്രധാന മുസ്ലിം സംഘടനകളെല്ലാം ഇപ്പോൾ PV അൻവറിനെ എതിർക്കുകയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ ഈ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് PV അൻവറിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അൻവർ ഇപ്പോൾ കളിക്കുന്നത് മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമി ആണ് ഇപ്പോൾ അൻവറിന് പിന്നിൽ നിന്ന് കളിക്കുന്നത്. ഇങ്ങനെ നിലമ്പൂർ മണ്ഡലത്തിലും ജമാഅത്തെ ഇസ്ലാമി ഒരു കളി കളിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പക്ഷേ മുസ്ലിം സംഘടനകളുടെ ഇടയിൽ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഇടയിൽ അതൊരു വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പല അഭിപ്രായ പ്രകടനങ്ങളും ഇതിനോടകം തന്നെ പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UDF തീർച്ചയായും ഒരു ഷുവർ സീറ്റ് ആയി കരുതി അല്ലെങ്കിൽ ഒരു ഉറച്ച തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകും എന്ന് കരുതിയിടത്ത് ഇപ്പോൾ LDFന് ഈ പറയുന്ന പടലപ്പിണക്കങ്ങൾ കാരണം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ കാരണം ആ സീറ്റ് കൂടി UDFന് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ആ സീറ്റ് വിജയിക്കാനുള്ള സാധ്യത UDFന് നഷ്ടപ്പെടുന്നു എന്ന ഒരു സാഹചര്യമാണ്. ഈ അവസരം മുതലെടുത്ത് ഒരുപക്ഷെ LDF അവിടെ വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.